ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് ആണോന്ന് ചോദിച്ചൊക്കെ അറിയില്ല, പക്ഷെ നമുക്കൊന്ന് കണ്ടോക്കാം എന്താവോ. അപ്പോൾ 6:30 ആകുമ്പോഴത്തേനും ഞാൻ റെഡിയായി സെറ്റായി താഴ്ത്ത് പോവാണ്. ബിക്കോസ് ഇന്ന് എനിക്ക് ഓഫ് ഡേ ആണ്. എന്നിട്ട് ഞാൻ എന്തിനാണ് പോകണമെന്ന് വെച്ചാൽ ഐ ഹാവ് കുറച്ച് തിങ്സ് ടു ഡു. അപ്പോൾ ഇന്ന് കുറച്ച് അധികം വർക്ക് ഉള്ള ദിവസമായിരുന്നു. അപ്പോൾ രാവിലത്തെ സുപ്രഭാത കാര്യങ്ങളൊന്നും എൻ്റെ വീട്ടിൽ എന്താ നടക്കുന്നത് എനിക്കറിയാറില്ല ഗൈസ്. ഇനി അഥവാ ഞാൻ രാവിലെ എന്നിട്ട് അത് നേരത്തെ ഹോസ്റ്റലിൽ പോകാൻ വേണ്ടിയിട്ടാണ്, അല്ല ഡ്യൂട്ടിക്ക് പോകാനാണ്. അതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ എൻ്റെ വാപ്പി ഈ ചെടി കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് പറയണം തോന്നി. ഇത് പണ്ട് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ ഒരാൾക്ക് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 2 കഷ്ണം വെട്ടിയിട്ട് ഞാനൊരു ചെടിയിൽ വെച്ച് നോക്കി. അപ്പോൾ അതുണ്ടായി ഗൈസ്. അല്ല ചട്ടിയിൽ വെച്ച് നോക്കി ഉണ്ടായി. പിന്നെ എൻ്റെ വാപ്പി ആരോടോ കത്തി അടിക്കുന്നു. പിന്നെ എൻ്റെ സാധന സാമഗ്രികളെല്ലാം താഴെ എടുത്തോണ്ട് വന്നു. മീൻ വെട്ടറ കത്തിരിക്ക് എടുത്തോടുന്നു. അത് വേറൊരു സാധനത്തിനാണ് എടുത്തോടുന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഷൂട്ടൊക്കെ തുടങ്ങി. വാപ്പി 7:30 ആകുമ്പോൾ പോകും. അപ്പോൾ നമ്മൾ അതിന് മുന്നേ തന്നെ ചെയ്യണം. നമുക്ക് വേറെ ആരും സഹായിക്കില്ലല്ലോ. നമ്മൾ ട്രൈപോഡ് സ്റ്റാൻഡൊക്കെ മൂപ്പരല്ലേ, കുറേ ചീത്തൊക്കെ പറഞ്ഞിട്ടാണ് അതൊക്കെ ചെയ്തെന്ന്. എന്നാലും ഒക്കെ ചെയ്തൊക്കെ തരും. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലത്തെ റസ്സിലായി. അത് കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ചു വെറുതെ ഇരിക്കാമെന്ന്. പറ്റൂല, നമുക്ക് കുറേ സാധനം ചെയ്യാനുള്ളതുകൊണ്ട് എൻ്റെ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ പാരിട്ടിട്ടാണ് നിൽക്കുന്നത്. ഒരു ഓഫ് ഡേ ആണെന്ന് പറഞ്ഞിട്ട് പണിയെടുക്കാൻ പോകുന്ന ദിവസത്തിനേക്കാളും കൂടുതൽ പണിയായിരുന്നു. മാഷാ അല്ലാഹ്, എന്നാലും എനിക്ക് സന്തോഷമാണ്. അങ്ങനെ കുറേ ഫ്രെയിം വർക്ക് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് വേഗം നമുക്ക് പുറത്ത് പോകാനുണ്ട്. ബിക്കോസ് എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രൈഡൽ ഡ്രസ്സ് നോക്കണമായിരുന്നു. സോ അവളെ കൂടെ പോകാമെന്ന് ഞാൻ ഏറ്റിട്ടുണ്ട്. അപ്പോൾ അവളുടെ കൂടെ പോയി ഡ്രസ്സൊക്കെ ചൂസ് ചെയ്ത് കുഞ്ഞുമണി നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫുഡൊക്കെ അടിച്ച് ആൻഡ് ഈ കണ്ണട സൂപ്പറായിട്ടുള്ളേ അതൊക്കെ കഴിഞ്ഞ് വേഗം വീട്ടിലെത്തി. ആൻഡ് ഞാനിപ്പോൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെ കാണാനാണ് പോണത്. എത്ര തിരക്കാണെങ്കിലും ഞാൻ കുറച്ച് ടൈം ആൾക്ക് വേണ്ടി എന്തായാലും മാറ്റിവെക്കലുണ്ട്. ആൻഡ് ഇതിപ്പോൾ എന്തിനാണ് കിട്ടിയിരിക്കണമെന്ന് വെച്ചാൽ പുള്ളി വന്നാൽ പിന്നെ ഞാൻ ഡ്രൈവിങ് മറന്നുപോയി. അപ്പോൾ ആദ്യം തന്നെ അങ്ങോട്ട് സീറ്റ് മാറിയിരുന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഞാൻ പുള്ളിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആൻഡ് ദ ഹ്യൂമൺ ഈസ് ഹിയർ. യെസ്. അപ്പോൾ പ്രവീണയാണ് ഇത്ര ഹൈപ്പിട്ട് പറഞ്ഞെന്നുള്ളൂ, പാവല്ലേ. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഒരു ചായയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി. പിന്നെ എനിക്ക് മൈലാഞ്ചി ഇടാൻ പോകണമായിരുന്നു. അത് നാളെ കാണിക്കാം. ബായ്.